إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ ആദ്യമായി എന്നോടും തുടർന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിൽ നിന്നും എല്ലാത്തിനേക്കാളും നമുക്ക് ഏറ്റവും സ്നേഹമുള്ള ഒരു വ്യക്തിത്വമായി നാം പരിഗണിക്കുമ്പോഴാണ് നമ്മുടെ ഈമാൻ പൂർണ്ണമാകുന്നത്, ഇസ്ലാമികമായ നമ്മുടെ ജീവിതം ശരിയായിത്തീരുന്നു. മഹാനായ ഒരു സ്വഹാബി സൗബാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എപ്പോഴും ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്വഹാബിയാണ്. ആ സ്വഹാബി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ കണ്ടപ്പോൾ വല്ലാതെ മുഖം വിവർണനായി, ഒരു ദുഃഖസാന്ദ്രമായ ഒരു മാനസികാവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ കാണുകയാണ്. സ്വാഭാവികമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മാ ഗയ്യറ ലൗനുക, എന്താണ് നീ ഇങ്ങനെ വല്ലാതെ ഒരു വിവർണനായിരിക്കുന്നത്? ഫഖാല, ആ സമയത്ത് അദ്ദേഹം പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ ദൂതരെ, മാ ബി മറളുൻ വലാ വജഉൻ, എനിക്ക് അസുഖങ്ങളൊന്നുമില്ല, വേദനകളൊന്നുമില്ല. ഗൈറ അന്നി ഇദാ ലം അറക, എൻ്റെ പ്രശ്നം
താങ്കളെ കാണാതിരിക്കുമ്പോൾ ഇസ്തൗഹസ്തു വഹ്ശതൻ ശദീദതൻ ഹത്താ അൽഖാക, താങ്കളെ കാണുന്നതുവരെ വല്ലാത്ത ഒരു പ്രയാസം മനസ്സിന് അനുഭവപ്പെടുകയും അങ്ങയെ കാണുന്നതോടുകൂടി എൻ്റെ എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോവുകയും ചെയ്യും. ആ നിലക്ക് എപ്പോഴും അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് പറഞ്ഞ അദ്ദേഹം പറയാണ്, സുമ്മ ദക്കർത്തുൽ ആഖിറ, പിന്നെ ഞാൻ പരലോകത്തെ സംബന്ധിച്ച് എനിക്ക് ഓർമ്മ വരും. ഫഅഖാഫു അല്ലാ അറാക, പരലോകത്ത് വെച്ച് അങ്ങയെ കാണില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കും. ലിഅന്നക തർഫഉ മിനൻ നബിയ്യീൻ, കാരണം അങ്ങ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, അഷ്റഫുൽ ഖൽഖാണ്, നബിമാരുടെ ദർജയിലായിരിക്കുമല്ലോ അങ്ങ്. എന്നെപ്പോലെയുള്ള സാധാരണക്കാർക്ക് അങ്ങയെ കാണാൻ കഴിയില്ലല്ലോ. ഇത് എന്നെ വല്ലാതെ വിഷമപ്പെടുത്തുന്നു. വഇന്നി ഇദാ ഇൻ ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ കടക്കുകയാണെങ്കിൽ കുന്തു ഫീ മൻസിലത്തിൻ അദ്നാ മിൻ മൻസിലതിക, അങ്ങയുടെ സ്ഥാന പദവിയേക്കാളൊക്കെ ഞാൻ വളരെ താഴ്ന്ന ഒരു പദവിയിലായിരിക്കുമല്ലോ. വഇല്ലം അദ്ഖുലിൽ ജന്ന, ഇനിയെങ്ങാനും എനിക്ക് സ്വർഗം കിട്ടിയില്ലെങ്കിൽ ലാ അറാക അബദ, ഒരിക്കലും അങ്ങയെ കാണാൻ എനിക്ക് കഴിയില്ലല്ലോ എന്ന് സൗബാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, പ്രവാചകനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന, പ്രവാചകന് എല്ലാ വിധത്തിലുള്ള സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സങ്കടത്തിൻ്റെ, വിഷമത്തിൻ്റെ, മുഖം വിവർണമായതിൻ്റെ, പരിക്ഷീണിതനായതിൻ്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവരിച്ചു കൊടുക്കുക. ആ സമയത്ത് ഇറങ്ങിയ ഒരു ആയത്താണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഓതിക്കേൾപ്പിച്ചുള്ളത്. ഉമയ്യുതഇല്ലാഹ വർ-റസൂല, ആരാണോ അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്നത്, ഫൗലായിക, ആ കൂട്ടർ, മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന, അല്ലാഹു അനുഗ്രഹം ചെയ്ത പ്രവാചകന്മാരുടെ കൂടെയായിരിക്കും അവർ, മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അതുപോലെ സിദ്ദീഖുകളുടെ കൂടെയായിരിക്കും, വശുഹദാ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ശുഹദാക്കന്മാർ, ഷഹീദുകളായിട്ടുള്ള ആളുകളുടെ കൂടെയായിരിക്കും, വസ്സാലിഹീൻ, മറ്റ് സ്വാലിഹീങ്ങളുടെ കൂടെയുമായിരിക്കും. അവർക്ക് കാണാൻ കഴിയും, പരസ്പരം വർത്തമാനം പറയാൻ കഴിയും, സന്തോഷിക്കാൻ കഴിയും എന്ന ആയത്ത് അവതരിപ്പിച്ചു. വഹസുന ഉലൈക റഫീഖ, ഇങ്ങനെയുള്ള ഈ അമ്പിയാക്കന്മാരും സ്വാലിഹീങ്ങളുടെയും കൂടെയുള്ള ഈ സഹവാസം എത്ര മനോഹരമാണ്, എത്ര സന്തോഷദായകമാണ്, എത്ര സുഖകരമാണ്, എത്ര നന്മ നിറഞ്ഞതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ ഇതുപോലെയുള്ള ഒരു വചനം അല്ലാഹു അവതരിപ്പിച്ചു എന്നാണ് ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലമായി കൊണ്ട് ഖുർആനിൻ്റെ മുഫസ്സിറുകൾ പറയുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്രമാത്രമാണ് സ്വഹാബികൾ സ്നേഹിച്ചത്. ആ സ്നേഹത്തെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്ക് എന്നെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അങ്ങയോടാണ്. അപ്പോൾ സിദ്ദീഖുൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ള പറഞ്ഞു, അങ്ങനെ പോരാ, നിന്നെക്കാളും എന്നെ ഇഷ്ടപ്പെടണം. ലാ യുഅ്മിനു അഹദുക്കും, ഒരാളും ഈമാനുള്ളവനാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ഞാനായിത്തീരുവോളം, മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ, അവനേക്കാളും അവൻ്റെ മക്കളെക്കാളും അവൻ്റെ മാതാപിതാക്കളെക്കാളും സർവ്വ മനുഷ്യരെക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും വിശ്വാസിയാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് സഹാബികൾ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖുൽ അക്ബറും അവർ രണ്ടുപേരും കൂടിയാണല്ലോ ഹിജ്റ പോയിട്ടുള്ളത്. ഹിജ്റ പോകുന്ന യാത്രയിലുണ്ടായ അനുഭവങ്ങളൊക്കെ സിദ്ദീഖ് വിവരിച്ചതും ഹദീസിൽ വന്നതൊക്കെ നമ്മൾ പല പ്രാവശ്യവും കേട്ടിട്ടുണ്ട്. ഗുഹയുടെ ഉള്ളിൽ കടന്ന ജബലുന്നൂറിൽ പ്രവേശിച്ച് അവിടെ ശത്രുക്കൾ വന്നു നിൽക്കുമ്പോൾ ശത്രുക്കളുടെ കാലുകൾ കണ്ട് പ്രവാചകനെ സംബന്ധിച്ചുള്ള ഭയമാണ്. സിദ്ദീഖിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളതല്ല പ്രശ്നം. അള്ളാഹിന്റെ പ്രവാചകനെ വല്ലതും പറ്റുമോ, എൻ്റെ കൂടെ വന്നിട്ട് എൻ്റെ സംരക്ഷണം എനിക്ക് സംരക്ഷിക്കാൻ കഴിയാതെ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ടു പോകുമോ എന്നുള്ളതാണ്. ആ രൂപത്തിലാണ് സിദ്ദീഖിന്റെ ഭയപ്പാട്. അതിനെ സംബന്ധിച്ച് ഖുർആനിൽ ആയത്തിറങ്ങി. ഇല്ലാ തൻസുറു മറ്റൊരു സന്ദർഭത്തിലാണ്, നിങ്ങൾ അദ്ദേഹത്തെ സഹായിച്ചില്ലെങ്കിൽ ഫഖത്ത് നസ്റഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളയെ സഹായിച്ചിട്ടുണ്ട്. എപ്പോ? ഇത് അഖ്റജഹുല്ലദീന കഫറൂ, ഖുറൈശികളായ അവിശ്വാസികൾ അദ്ദേഹത്തെ സ്വന്തം വീട്ടിൽ നിന്ന് ഭവനത്തിൽ നിന്ന് പുറത്താക്കിയ സമയത്ത്. സാനിയസ്നൈനി, അങ്ങനെ പുറപ്പെട്ട അവർ രണ്ടുപേരായി. ഇദ്ഹുമാ ഫിൽ ഗാർ, അവൽ ആ ഗുഹയിലാണ് അവർ രണ്ടുപേരും ഉള്ളത്. ഇത് യഖൂലു ലി സാഹിബിഹി, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടുകാരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഇതാ നമ്മളിതാ പിടിക്കപ്പെടുകയാണല്ലോ, ശത്രുക്കൾ നമ്മുടെ തലക്ക് മീതെ എത്തിക്കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ ആ മറുപടി എടുത്തു പറയാണ്, ലാ തഹസൻ, പേടിക്കേണ്ട, ദുഃഖിക്കേണ്ട, ഇന്നല്ലാഹ മഅനാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയുണ്ട്, അതുകൊണ്ട് സിദ്ദീഖേ അങ്ങ് ദുഃഖിക്കേണ്ട. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, അങ്ങനെ അല്ലാഹു അവർക്ക് രണ്ടുപേർക്കും സകീനത്ത്, മനസ്സമാധാനം, ശാന്തി ഇറക്കി കൊടുത്തു എന്നാണ് ഖുർആൻ പറയുന്നത്. ഇപ്പോൾ സിദ്ദീഖുൽ അക്ബറിന്റെ ആ സ്നേഹം, പ്രവാചകനോടുള്ള ആ എല്ലാ സഹാബികളുടെയും, ഇതൊരു ചരിത്രമായി അല്ലെങ്കിൽ ഒരു സംഭവമായി പറയേണ്ട കാര്യമല്ല, എല്ലാ സഹാബികളുടെയും പ്രവാചകനോടുള്ള ആ സ്നേഹം അതിൻ്റെ ഓരോ ഉദാഹരണങ്ങളാണ്. ഖുബൈബ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരീക്ഷകരായി 10 പേരെ അയക്കുകയാണ്. മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ശത്രുക്കൾ കുതന്ത്രമായി കടന്നു വന്ന് വല്ല പരാക്രമങ്ങളും അക്രമവും പൊടുന്നനെ ഉണ്ടാകുമോ എന്ന് നിരീക്ഷിക്കുന്നതിന് വേണ്ടി പ്രവാചകൻ പലപ്പോഴും ആളുകളെ അയക്കും. അങ്ങനെ 10 സഹാബികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കുകയാണ്. അവർ പോയി, അവര് ഒരു ശത്രുപക്ഷത്തെ കണ്ടു, അവരെ നിരീക്ഷിച്ചു. അങ്ങനെ അവർ 200ഓളം വരുന്ന അമ്പെയ്ത്തുകാരുടെ അവരുടെ വലയത്തിൽ അകപ്പെടുകയാണ്. അവരെ കൊന്നു. അതില് ഈ ഖുബൈബ് റളിയല്ലാഹു അൻഹു അൻസാരിയായിട്ടുള്ള അദ്ദേഹം ബദറിൽ വെച്ച് ഹാരിസ് എന്ന് പറയുന്ന ഖുറൈശികളിൽപ്പെട്ട പ്രമുഖനായ ഒരാളെ കൊലപ്പെടുത്തിയ സഹാബിയാണ്. അവർ വിചാരിച്ചു, ഇദ്ദേഹത്തെ കൊന്നതുകൊണ്ട് കാര്യമല്ല, നമ്മൾ മക്കത്ത് കൊണ്ടുപോയി വിൽക്കാം, ഖുറൈശികൾക്ക് ഇവർക്ക് വിൽക്കാം, നമുക്ക് വില കിട്ടും. അങ്ങനെ അദ്ദേഹത്തെ, ഖുബൈബിനെ അവിടെ കൊണ്ടുപോയി മക്കയിൽ കൊണ്ടുപോയി വിൽക്കുക. 2 പേരെ വിറ്റിട്ടുണ്ട്, അതിൽപ്പെട്ട ഒരാളാണ്. അവരെ വിട്ട് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കുരിശിൽ തറക്കുകയാണ്. അതിനുവേണ്ടി ഒരുങ്ങിയപ്പോൾ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി അദ്ദേഹം ആവശ്യപ്പെട്ടു, അതിനനുവദിച്ചു. വേഗം 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചു. എൻ്റെ നമസ്കാരം ദീർഘിപ്പിക്കണമെന്നുണ്ട്, പക്ഷേ നിങ്ങൾ എന്നെ എന്തെങ്കിലും ചെയ്യുന്നതിൽ എനിക്ക് ഭയമുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുമോ എന്ന് കരുതിയാണ് ഞാൻ എൻ്റെ നമസ്കാരത്തെ വേഗത്തിൽ നിർവഹിച്ചിട്ടുള്ളത് എന്ന് ഖുബൈബ് പറയാം. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഈ സ്ഥാനത്ത് മുഹമ്മദിനെ കിട്ടുകയാണെങ്കിൽ, നൽകുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ വിട്ടേക്കാം, എന്തു പറയുന്നു? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്ക് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമാ അലാ ഐ ജംബിൻ കാന ലില്ലാഹി മസ്റഈ.
അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു മുസ്ലിമായി വധിക്കപ്പെട്ട് എൻ്റെ മയ്യത്ത് നിങ്ങളുടെ വധത്തിന് വിധേയമായി അത് എങ്ങോട്ട് വീണാലും ഞാൻ ഒരു തുമ്പ് വിലയും കൽപ്പിക്കുന്നില്ല നിങ്ങളുടെ ഈ പ്രവർത്തനത്തിന്. എന്താണ്? വദാലിക ഫീ ദാത്തില്ലാഹി വഇൻ യശൽ യുബാരിക് അലാ ഔസാലി ശിൽബിൻ മുമസ്സഈ. എന്തുകൊണ്ടെന്നാൽ വദാലിക ഫീ ദാത്തില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നത്. വഇൻ യശൽ, അങ്ങനെ നിങ്ങൾ എന്നെ കൊലപ്പെടുത്തി എന്നെ കൊത്തി നുറുക്കി 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 കഷ്ണങ്ങളാക്കി അങ്ങനെ ചെയ്താൽ യുബാരിക്, അള്ളാഹുവിന്റെ ബർക്കത്തുണ്ടാകും. എവിടെയൊക്കെ? അലാ ഔസാലി ശിൽവിൻ മുമസ്സഈ, നിങ്ങൾ പിച്ചി ചീന്തിയ കൊത്തി നുറുക്കിയ ഓരോ ചെറിയ നുറുങ്ങുകളിലും അള്ളാഹുവിന്റെ ബർക്കത്ത് എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിൽ തറക്കപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പ്രവാചകനോട് കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ പ്രതികരണം ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബികൾ ആദരിച്ചു, സ്നേഹിച്ചു. സത്യവിശ്വാസികളോട് അല്ലാഹു പറഞ്ഞു, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരി. നിങ്ങൾ, നിങ്ങളുടെ ബാപ്പമാർ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾ, നിങ്ങളുടെ കച്ചവടങ്ങൾ, നിങ്ങളുടെ സമ്പത്തുക്കൾ നഷ്ടം വരരുത് എന്ന് വിചാരിച്ചുകൊണ്ട് നടത്തുന്ന നിങ്ങളുടെ ബിസിനസ്സുകൾ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെങ്കിൽ ആരേക്കാൾ? അഹബ്ബ ഇലൈക്കും, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനേക്കാളും അവന്റെ പ്രവാചകനേക്കാളും ഒക്കെ ദുനിയാവിലെ ഇതുപോലെയുള്ള കാര്യങ്ങളിലാണ് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ വെക്കുന്നതെങ്കിൽ വജിഹാദിൻ ഫീ സബീലിഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും അനുഷ്ഠിച്ചതുപോലെയുള്ള ജിഹാദ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമങ്ങളെക്കാളും ഒക്കെ നിങ്ങൾക്ക് വിലപ്പെട്ടത്, ഇഷ്ടപ്പെട്ടത് ഇതൊക്കെയാണെങ്കിൽ ഫതറബ്ബസൂ, കാത്തിരുന്നു കൊള്ളുക, ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി, അല്ലാഹുവിന്റെ കൽപ്പന, ശിക്ഷയുടെ, നാശത്തിന്റെ, ദുനിയാവിലെ തന്നെ കടുത്ത പരീക്ഷണങ്ങളുടെ അള്ളാഹുവിന്റെ കൽപ്പനകളെ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഈ പ്രവാചകനെ അതിരറ്റ് സ്നേഹിച്ചെങ്കിൽ മാത്രമേ ഒരാൾ വിശ്വാസിയാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള പ്രവാചകന്റെ തിരുമൊഴി, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ, ഇതൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത്? ഖുർആൻ അത് വളരെ വ്യക്തമാക്കി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അതിന് ചെയ്യേണ്ട വഴി എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കഴിവിന്റെ പരമാവധി ആ പ്രവാചകനെ ഇത്തിബാഅ ചെയ്ത് എന്താണോ ദീനിയായി പ്രവാചകൻ നമ്മളോട് കൽപ്പിച്ചത് അത് ചെയ്ത് ആ മാർഗത്തിൽ ദീനിന്റെ വഴിയിൽ എന്ത് ത്യാഗം നമുക്ക് ചെയ്യാൻ കഴിയും, പ്രവർത്തനം സംഘടിപ്പിക്കാൻ കഴിയും, അത് ചെയ്ത് അതിലൂടെയാണ് അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കാൻ ശ്രമിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയും. അപ്പൊ അങ്ങനെയുള്ള ആ സമീപനം സ്വീകരിക്കുന്നതിന് പകരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അത് പ്രകടിപ്പിക്കാൻ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന് പറയുന്ന റബീഉൽ അവ്വൽ മാസത്തിൽ, ജനിച്ചു എന്ന് പറയുന്ന റബീഉൽ അവ്വൽ 12-ാം തീയതി, അതിന്റെ അപ്പുറവും ഇപ്പുറവുമായി ഒരു മാസക്കാലം പ്രവാചകനോടുള്ള സ്നേഹപ്രകടനം എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ദീനിന്റെ വിധി എന്താണ്, ഇതെന്തിലാണ് പെടുക എന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ കടന്നുകൂടി ദീനിൽ എന്നത് എല്ലാ പണ്ഡിതന്മാരും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മദ്ഹബിന്റെ ഇമാമുകളടക്കം, മുഹദ്ദിസുകളടക്കം, ആദ്യ നൂറ്റാണ്ട് കാലങ്ങളിലുള്ള പണ്ഡിതന്മാർ, അതിനുശേഷം ഈ ആചാരം കടന്നു വന്നപ്പോൾ ഇസ്ലാമിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഒന്നടങ്കം പറഞ്ഞിട്ടുള്ളത് ലാ യജൂസു, ജായിസല്ല, അനുവദനീയമല്ല, അൽ ഇഹ്തിഫാലു ബി മൗലിദിർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നത് അനുവദനീയമല്ല. വലാ ഗൈരിഹി, അതുപോലെ ആരുടേതായിരുന്നാലും. നമ്മുടെയൊക്കെ നാട്ടില് പുതിയ ട്രെൻഡ് ഉണ്ട്, നമ്മളുടെ ന്യൂ ജനറേഷന്റെ ഇടയിൽ കുട്ടികളുടെയൊക്കെ ജന്മദിനം, ബർത്ത്ഡേ ആഘോഷിക്കുക എന്നത്. അങ്ങനെ ഒരു സമ്പ്രദായം ദീനിലില്ല എന്നാണ്. ലിഅന്ന ദാലിക മിനൽ ബിദ്അൽ മുഹ്ദസ ഫിദ്ദീൻ, കാരണം അത് മതത്തിൽ പുതുതായി കടന്നു വന്നിട്ടുള്ളതാണ്. ഇങ്ങനെ സ്നേഹിച്ചിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജന്മദിനം റബീഉൽ അവ്വൽ മാസത്തിൽ, ആ ഒരു ജനിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ആചാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളെ പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകൻ പഠിപ്പിച്ചത് തിങ്കളാഴ്ചത്തെ നോമ്പാണ്. അതിൽ പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, അന്ന് ഞാൻ ജനിച്ച ദിവസമാണ്. അപ്പൊ തിങ്കളാഴ്ച, ആഴ്ചയിൽ തിങ്കളാഴ്ച നോമ്പ് നോൽക്കുക എന്നത് സുന്നത്തായ കാര്യമാണ്. അതിൽ പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പ്രവാചകൻ ജനിച്ച ദിവസമാണ് എന്ന് പറഞ്ഞു. അത് ഒരു വർഷത്തിലുള്ള റബീഉൽ അവ്വൽ മാസത്തിലല്ല, വർഷാവർഷങ്ങളിൽ ഇങ്ങനെയില്ല. എല്ലാ ആഴ്ചയും തിങ്കളാഴ്ച നോമ്പനുഷ്ഠിക്കുക എന്നത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നോമ്പനുഷ്ഠിക്കുക എന്നത് ആണ് പ്രവാചകനെ സംബന്ധിച്ചുള്ള ജന്മത്തിന്റെ ദിവസമാണ്, ഡേറ്റിനെ സംബന്ധിച്ചല്ല, മാസത്തെ പറ്റിയുമല്ല പറഞ്ഞത്. ലം യഫ്അലുഹു വലാ, അദ്ദേഹം അത് ചെയ്തിട്ടില്ല, പ്രവാചകൻ ചെയ്തിട്ടില്ല. വലാ ഖുലഫാഉർ റാഷിദൂൻ, ഖുലഫാഉർ റാഷിദുകൾ ചെയ്തിട്ടില്ല. വലാ ഗൈരിഹിം മിനസ് സഹാബത്തി റിദ്വാനുല്ലാഹി അലൈഹിം, ഒരൊറ്റ സഹാബിയും റളിയല്ലാഹു അൻഹും ചെയ്തിട്ടില്ല. വലത്താബിഊന, താബിഈകൾ, പ്രവാചകന്റെ അനുയായികളെ കണ്ടിട്ടുള്ളവർക്കാണ്, സ്വഹാബികളെ കണ്ടവർക്കാണ് താബിഈകൾ എന്ന് പറയുന്നത്, അവരും ചെയ്തിട്ടില്ല. വലത്താബിഊന ലഹും ബിഇഹ്സാനിൻ ഫിൽ ഖുറൂനിൽ മുഫല്ലല, ശ്രേഷ്ഠമാക്കപ്പെട്ട ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള 3 നൂറ്റാണ്ടിനെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞു, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ള ആളുകൾ കർണി, എന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള ആളുകളാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അതിനെ തുടർന്ന് വന്നിട്ടുള്ളവരും, സുമ്മല്ലദീന യലൂനഹും, പിന്നെ അതിനെ തുടർന്ന് വന്നിട്ടുള്ളവരുമാണ് എന്ന് പറയും 3 നൂറ്റാണ്ട്. ഇതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രേഷ്ഠപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. കാരണം അത് പ്രവാചകന്റെ സ്വഹാബാ കിറാമിനെ, താബികളുടെ, തബഉ താബികളെ, താബികളെ പിൻപറ്റിയിട്ടുള്ള ഈ സച്ചരിതരായ 3 നൂറ്റാണ്ട്, ഈ 3 നൂറ്റാണ്ടുകൾക്കിടയിൽ ജീവിച്ചിട്ടുള്ള ഒരൊറ്റ മുഅ്മിനായ മനുഷ്യനും, ഒരൊറ്റ ആലിമും, ഒരൊറ്റ ശൈഖും, ഒരു ഇമാമും, ഒരു മുഹദ്ദിസും, ഒരു മുഫസ്സിറും, ഒരു സമൂഹവും, ഒരു നാട്ടുകാരും ഇങ്ങനെ ഒരു ആചാരം ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് പിൽക്കാലത്ത് ഈ ആചാരം കണ്ടപ്പോൾ സച്ചരിതരായിട്ടുള്ള പണ്ഡിതന്മാർ, ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. വഹുവ അഅലമുൻ നാസി ബിസുന്ന, വഹും അഅലമുൻ നാസി ബിസുന്ന, കാരണം സുന്നത്തിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നത് ആർക്കാണ്? ഈ പറഞ്ഞ താബികൾ, തബഉ താബികൾ, സ്വഹാബികൾ, ഇവർക്കാണല്ലോ. ഇവരാരും അത് ചെയ്തിട്ടില്ല.
വഅക്മല ഹുബ്ബൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരിപൂർണമായ സ്നേഹം വെച്ചു പുലർത്തിയവർ ഇവരാണ്. വമുതാബഅതുൽ ലിശർഇഹി മിമ്മൻ ബഅദഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശറഅക്ക് നിശ്ചയിച്ചിട്ടുള്ള ആ ദീനിയായ കാര്യങ്ങളെ പിൻപറ്റിയവരും ശേഷം വന്നവരെക്കാൾ വളരെ സൂക്ഷ്മമായി പിൻപറ്റിയവരും ഇവർ തന്നെയാണല്ലോ. ഇവരാരും ഇങ്ങനെ ഒരു ആചാരം, പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുക എന്ന, പ്രവാചകന്റെ സ്നേഹം സമ്പാദിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടി അതിലൂടെ റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കാമെന്ന് നല്ല നിയ്യത്താണ്. നിയ്യത്ത് കൊണ്ട് കുഴപ്പമില്ല. നിയ്യത്ത് നന്നായാൽ പോരെ. രണ്ട് കാര്യമുണ്ട് ദീനിൽ ശരിയാവണമെങ്കിൽ. ഒന്ന് നിയ്യത്ത് നന്നാവണം, ഇഖ്ലാസ് വേണം. മറ്റൊന്ന് ഇത്തിബാഴ് വേണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടപടിക്രമമായി പഠിപ്പിച്ച് ആ സുന്നത്തിനെ ഇത്തിബാഴ് ചെയ്യുക. അതിലൂടെ അല്ലാത്ത ഒരു ദീൻ, ഒരാചാരവും ദീനിൽ ശരിയാവുകയില്ല. വഖദ് സബത അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അന്നഹു ഖാൽ, അദ്ദേഹം പറഞ്ഞു, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, നമ്മുടെ ഈ ദീൻ കാര്യത്തിൽ ഇല്ലാത്ത ഒരു സംഗതി ആരാണോ അതിൽ കടത്തിക്കൂട്ടിയത് തീർച്ചയായും അതിനെ തള്ളിക്കളയേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വഖാല ഫീ ഹദീസിൻ ആഖർ, മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിസുന്നതി, നിങ്ങളെപ്പോഴും അവലംബിക്കേണ്ടത് എന്റെ നടപടിക്രമങ്ങളെയാണ്. വസുന്നത്തൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, എനിക്ക് ശേഷം വരുന്ന ഖുലഫാഉർ റാഷിദുകളുടെയും മാർഗത്തെയാണ് നിങ്ങൾ അവലംബിക്കേണ്ടത്. എന്നിട്ട് എന്ത് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തമസ്സകൂ ബിഹാ, അതിനെ നിങ്ങൾ അവലംബിക്കണം, മുറുകെ പിടിക്കണം. വഅല്ലു അലൈഹാ ബിന്നവാജിദി, അണപ്പല്ലുകളെ കൊണ്ട് വിട്ടുപോവാതെ ആ സുന്നത്തിനെ നിങ്ങൾ അണപ്പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിക്കണം. പ്രവാചകൻ ആലങ്കാരികമായി എത്രമാത്രം സുന്നത്തിനെ അവലംബിക്കണം എന്നതിനെ സംബന്ധിച്ച് പ്രവാചകന്റെ ഒരു ശൈലിയാണ്. അല്ലു അലൈഹാ ബിന്നവാജിദി വഇയ്യാകും, നിങ്ങൾ സൂക്ഷിക്കണം. വമുഹദസാത്തിൽ ഉമൂർ, മതപരമായ കാര്യങ്ങളിൽ പുതുതായി കടന്നു വരുന്ന കാര്യങ്ങളെ കാത്തുകൊള്ളണം, സൂക്ഷിക്കണം. ഫഇന്ന കുല്ല മുഹദസത്തിൻ ബിദ്അ, ദീനിൽ പുതുതായി ആരെന്ത് കടത്തിക്കൂട്ടിയാലും അത് നൂതനമാണ്, പ്രവാചകന്റെ ശരീഅത്തില്ലാത്തതാണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ നൂതന കാര്യങ്ങളും മതത്തിന്റെ പേരിൽ കടത്തിക്കൂട്ടുന്ന ആചാരങ്ങളും ളലാലത്താണ്, വഴികേടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു. ഖാല സുബ്ഹാനഹു വ തആല ഫീ കിതാബിഹിൽ മുബീൻ, വമാ ആതാകുമുർ റസൂല ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹൂ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, സൂറത്തുൽ ഹശ്റിലെ 7-ാമത്തെ ആയത്തായി കൊണ്ട് അല്ലാഹു പറയുന്നു, വമാ ആതാകുമുല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എന്താണോ ദീനിയായി പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഖുർആനിലൂടെ, ഫഖുദൂഹു, അതിനെയാണ്, ആ പ്രവാചകൻ നിങ്ങളെ പഠിപ്പിച്ച നടപടിക്രമങ്ങളെയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. വമാ നഹാകും, അദ്ദേഹം നിങ്ങളെ വിരോധിച്ച, അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെ, അൻഹു ഫന്തഹു, നിങ്ങൾ അതിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അല്ലാഹു വീണ്ടും പറഞ്ഞു, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. അല്ലാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് ദീനിൽ തോന്നിയതുപോലെ കാര്യങ്ങൾ ചെയ്യുന്ന അത്തരം ആളുകൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അൻ തുസീബഹും ഫിത്നത്തുൻ, അവർക്ക് ഫിത്നകൾ കടന്നുകൂടും, അവരെ പിടികൂടും. ഔ യുസീബഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയാണ് അവരെ പിടികൂടുക എന്ന കാര്യം എല്ലാവരും സൂക്ഷിക്കണമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നു. എത്ര ആയത്തുകളാണ്! ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ.
അല്ലാഹ് പറയാണ്, നിങ്ങൾക്ക് പ്രവാചകനിൽ ഉത്തമ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്നാണല്ലോ ദീനിയായ ഈമാൻ കൊണ്ടും അമല് കൊണ്ടും നമ്മൾ ആഗ്രഹിക്കുന്നത്. മരിച്ചു ചെന്ന് പടച്ചവന്റെ തൃപ്തി കിട്ടണം, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കണം. ഇതാണ് ഒരു മുഅ്മിനിന്റെ ആഗ്രഹം. അവന്റെ ജീവിതത്തിന്റെ പ്രതീക്ഷ അതാണ്. അത് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമ മാതൃകയുണ്ട്. ആ മാതൃകയെയാണ് അവർ പിൻപറ്റേണ്ടത്. വദക്കറല്ലാഹ കസീറാ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവരും ഈ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക, ആ പ്രവാചകന്റെ മാതൃക ജീവിതത്തിൽ പിൻപറ്റുക. ജീവിതത്തിലെ ഭൗതികമായ ജീവിതവുമായി നമ്മൾ ബന്ധപ്പെട്ടു പോകുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ തൃപ്തിയും ദുനിയാവിലെ നമ്മുടെ അവസ്ഥകളും നമ്മൾ തട്ടിച്ചു നോക്കി അവിടെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ദുനിയാവിന്റെ സൗകര്യങ്ങളെ മാറ്റിവെച്ച് മനസ്സിന്റെ സഹനവും ക്ഷമയും അവലംബിച്ച് ആ മാർഗത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് ചെയ്ത്, അതാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ദുനിയാവരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള അതിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പ്രവാചകന്റെ സ്നേഹത്തെ എന്തിലൂടെ കൊണ്ടുപോകണം എന്നതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല നിരന്തരമായി നിരവധി ആയത്തുകളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങളിൽ നമ്മൾ അടിയുറച്ചു നിൽക്കണം. ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ധാരാളക്കണക്കായ മുസ്ലിമീങ്ങൾ പല രാജ്യങ്ങളിലും ധാരാളം ആളുകൾ അത് ചെയ്യുന്നുണ്ടല്ലോ, ആചരിക്കുന്നുണ്ടല്ലോ എന്നതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അധികം ആളുകൾ ചെയ്യുന്നു എന്നത് പ്രമാണമല്ല. വിശുദ്ധ ഖുർആനും അങ്ങനെ പറഞ്ഞു, നിങ്ങൾ അധികം ആളുകളെ കുറെ ആളുകൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അതുപോലെ നമുക്കും ചെയ്ത് കളയാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നാശമാണ് എന്ന് ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും തന്നെ ജനങ്ങളുടെ ഒരു വിഷയത്തിലുള്ള ആധിക്യമോ ബഹുഭൂരിപക്ഷമോ അല്ല ദീനിൽ ഒരു ആചാരം ശരിയാവുന്നതിനുള്ള മാനദണ്ഡം, മറിച്ച് അത് ഖുർആനിലും സുന്നത്തിലും എന്ത് പറഞ്ഞു എന്ന് തന്നെയാണ് എന്ന് അടിക്കടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇതൊരു ജിഹാദിന്റെ വിഷയമാണ്. ചിലപ്പോൾ ഒരു കുടുംബത്തിൽ നമ്മൾ തനിച്ചായിരിക്കും, ഒരു നാട്ടിൽ നമ്മൾ കുറെ വലിയൊരു സമൂഹത്തിന്റെ നടുവിലായിരിക്കും. അവിടെയൊക്കെ നമുക്ക് ദീനിന്റെ കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം, സുന്നത്തിന്റെ കാര്യത്തിൽ അവലംബിക്കാൻ കഴിയണം, ഒഴുക്കിനെതിരെ നമുക്ക് നീന്താൻ സാധിക്കണം, ഈമാനിനെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം ആ രൂപത്തിലല്ല എന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. മറ്റുള്ളവരെ ഉപദേശിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മാനസികമായി അതിനോട് എതിർത്ത് നിൽക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഈമാനിനെ സംരക്ഷിക്കാൻ കഴിയണം. കാരണം അതില്ലാത്ത ആളുകൾക്ക് ഈമാനില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ കൈകൊണ്ട് തടക്കാൻ കഴിയണം, അല്ലെങ്കിൽ നാവ് കൊണ്ട് പറയാൻ കഴിയും. അതിനും കഴിയാത്തവൻ മനസ്സുകൊണ്ട് അതിനോട് മാറി നിൽക്കുകയും ചെയ്യണം. അത് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ വശമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിലേറ്റ് സ്നേഹിക്കുവാനും അവിടുത്തെ ചര്യകളെ പിൻപറ്റി അവിടുത്തെ ദീനിന്റെ മാർഗത്തിൽ നമ്മളാൽ കഴിയുന്ന സേവനങ്ങൾ ചെയ്തുകൊണ്ട് ദീനിന്റെ പ്രചാരണം നടത്തുവാനും നമ്മുടെ വ്യക്തി ജീവിതം സംശുദ്ധമാക്കുവാനും ആ വ്യക്തി ജീവിതം മാതൃകയായി മറ്റുള്ളവർക്ക് മാതൃകയായി കാണിച്ചു കൊടുക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.